വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള ടോപ്പിക് എന്നുള്ളത് റൊമാൻറ്റിക് പീരിയഡിലെ ലിറ്റററി ഓവർവ്യൂ ഓഫ് ദ റൊമാൻറ്റിക് പീരിയഡ്, റൊമാൻറ്റിസിസം ആസ് ആൻ ആസ്തറ്റിക് കാറ്റഗറി. ഈ ഒരു രണ്ട് ടോപ്പിക്കാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നോക്കാം. 1790 മുതൽ 1850 വരെയുള്ള റൊമാൻറ്റിക് പീരീഡിലെ ലിറ്ററേച്ചർ എംബസൈസ് ചെയ്യുന്നത് ഇമോഷൻ, ഇമാജിനേഷൻ ആൻഡ് ദ ഇൻഡിവിജ്വൽ, കോൺട്രാസ്റ്റിംഗ് വിത്ത് ദ എൻലൈറ്റ്മെൻറ്റ്സ് ഫോക്കസ് ഓൺ റീസൺ ആൻഡ് ഓർഡർ ആൻഡ് സെലിബ്രേറ്റഡ് നാച്ചർ, ദ സബ്ലെയിം ആൻഡ് ദ പവർ ഓഫ് ദ ഹ്യൂമൻ സ്പിരിറ്റ്. ഇതൊക്കെയാണ് ഈ ഒരു ടൈമിലെ ഈ ഒരു പീരീഡിലെ ലിറ്ററേച്ചർ എംബസൈസ് ചെയ്യുന്നുള്ളത്. റൊമാൻറ്റിക് റൈറ്റേഴ്സ് ലോജിക്കിനേക്കാൾ റീസണേക്കാൾ പ്രിയോറിറ്റി നൽകുന്നുള്ളത് ഫീലിങ്സിനും ഇൻഡ്യൂഷനും അതുപോലെ തന്നെ പവർ ഓഫ് ദ ഇമാജിനേഷനാണ്. അതുപോലെ തന്നെ നാച്ചറാണ് ബിക്കം എ സോഴ്സ് ഓഫ് ഇൻസ്പിരേഷൻ, ബ്യൂട്ടി ആൻഡ് സ്പിരിച്വൽ ഇൻസൈറ്റ്. പലപ്പോഴും നാച്ചർ സീൻ ആസ് എ റിഫ്ലക്ഷൻ ഓഫ് ദ ഹ്യൂമൻ സോൾ. റൊമാൻറ്റിക് പീരീഡ് കാണുന്ന മറ്റൊരു ഉയർച്ച എന്നുള്ളത് ദ റൈസ് ഇൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഇൻഡിവിജ്വൽസ് യുണീക്ക് എക്സ്പീരിയൻസ് ആൻഡ് പെർസ്പെക്റ്റീവ്, മൂവിങ് അവേ ഫ്രം യൂണിവേഴ്സൽ ട്രുത്ത്. റൊമാൻറ്റിക്സ് റിജക്റ്റ് ചെയ്യുന്നുണ്ട് ഫോർമാലിറ്റി, ആർട്ടിഫിഷ്യാലിറ്റി, അതുപോലെ തന്നെ ഫോക്കസ് ചെയ്യുന്നുള്ളത് റീസണാണ്. ദാറ്റ് ക്യാരക്ടറൈസ്ഡ് ദ എൻലൈറ്റ്മെൻറ്റ് ആൻഡ് നിയോ ക്ലാസിക്കൽ പീരിയഡ്സ്. റൊമാൻറ്റിക് റൈറ്റേഴ്സ് എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് കൺസെപ്റ്റ് ഓഫ് ദ സബ്ലെയിം, ദ ആവ് ഇൻസ്പയറിംഗ് ആൻഡ് സംടൈംസ് ടെറിഫയിങ് പവർ ഓഫ് നേച്ചർ ആൻഡ് ദ ഹ്യൂമൻ എക്സ്പീരിയൻസ് ഓഫ് എൻകൗണ്ടറിംഗ് ദ വാസ്റ്റ് ആൻഡ് അൺനോൺ. There was a renewed interest in folklore, history and the medieval period as a way to connect with a sense of tradition and myth. ഫോക്കസ് ചെയ്യുന്നുള്ളത് പാസ്റ്റിലേക്കാണ്. അതുപോലെ തന്നെ ആ ഒരു ടൈമിലെ പോപ്പുലർ ഷോണേഴ്സ് എന്നുള്ളത് പോയട്രി, പെർട്ടിക്കുലർലി ലിറിക്കൽ പോയട്രി, ബലാഡ്സ് ആൻഡ് സോണറ്റ്സ് ബിക്കം പ്രോമിനൻറ്റ് അലോങ് വിത്ത് ദ ഹിസ്റ്റോറിക്കൽ നോവൽ ആൻഡ് ഗോത്തിക് ലിറ്ററേച്ചർ. അതുപോലെ തന്നെ ആ ഒരു ടൈമിലുണ്ടായിട്ടുള്ള നോട്ടബിൾ ഓതേഴ്സ് എന്നുള്ളത് കീ ഫിഗേഴ്സ് ഇൻക്ലൂഡ് വില്യം വേർഡ്സ്വർത്ത്, സാമുവൽ ടൈലർ കോളറിഡ്ജ്, ലോർഡ് ബൈറൺ, പേഴ്സി ബിഷെ ഷെല്ലി, John Keats and Mary Shelley. The publication of lyrical ballads by Wordsworth and Coleridge, ആ ഒരു പബ്ലിക്കേഷനോട് കൂടിയാണ് ഈ ഒരു റൊമാൻറ്റിക് പീരീഡിൻ്റെ ബിഗിനിങ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുള്ളത്. 1798 ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്യുന്നുള്ളത്. ഇതോടുകൂടിയാണ് റൊമാൻറ്റിക് പീരീഡിൻ്റെ സ്റ്റാർട്ടിങ് എന്നാണ് പറയുന്നുള്ളത്, മാർക്ക് ചെയ്യുന്നുള്ളത് ഹിസ്റ്ററിയിൽ. റൊമാൻറ്റിക് പീരീഡിൽ ഈ ഒരു റൊമാൻറ്റിസിസം എന്നുള്ളത് ആസ് ആൻ ആസ്തറ്റിക് കാറ്റഗറിയാണ്. എംബസൈസ് ചെയ്യുന്നുള്ളത് ഇമോഷൻ, ഇൻഡിവിജ്വലിസം, ഇമാജിനേഷൻ ആൻഡ് നേച്ചർ. അതുപോലെ തന്നെ റിജക്റ്റ് ചെയ്യുന്നുള്ളത് റാഷണലിസം ഓഫ് ദ എൻലൈറ്റ്മെൻറ്റ്. അതുപോലെ തന്നെ പ്രിയോറിറ്റി നൽകുന്നുള്ളത് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആൻഡ് ദ പവർ ഓഫ് ദ ആർട്ടിസ്റ്റ്സ് യുണീക്ക് വിഷൻ. അതുപോലെ തന്നെ കീ ക്യാരക്ടേഴ്സ്, റൊമാൻറ്റിസിസത്തിൻ്റെ കീ ക്യാരക്ടേഴ്സ് എന്നുള്ളത് എംബസൈസ് ചെയ്യുന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇമോഷനും ഇൻഡ്യൂഷനൊക്കെയാണ് എംബസൈസ് ചെയ്യുന്നുള്ളത്. റൊമാൻറ്റിക്സ് വാല്യൂ ചെയ്യുന്നുണ്ട് ഇൻറ്റൻസ് ഇമോഷൻസും ഇൻഡ്യൂഷനും റീസണേക്കാളും ലോജിക്കിനേക്കാളും. അതുപോലെ തന്നെ ബിലീവ് ചെയ്യുന്നുള്ളത് ദാറ്റ് ദിസ് വെർ ഒതൻറ്റിക് സോഴ്സസ് ഓഫ് എസ്തെറ്റിക് എക്സ്പീരിയൻസ്. ഈ ഒരു മൂവ്മെൻറ്റ് സെലിബ്രേറ്റ് ചെയ്യുന്നുള്ളത് ദ ഇൻഡിവിജ്വൽ ആൻഡ് ദർ യൂണീക്ക് എക്സ്പീരിയൻസസ്, മൂവിങ് അവേ ഫ്രം ദ യൂണിവേഴ്സൽ ആൻഡ് ഒബ്ജക്റ്റീവ് പെർസ്പെക്റ്റീവ്സ് ഓഫ് ദ എൻലൈറ്റ്മെൻറ്റ്. നാച്ചുറൽ എന്നുള്ളത് റൊമാൻറ്റിക് ആർട്ടിലും ലിറ്ററേച്ചറിലും മ്യൂസിക്കിലും ഏതിലെടുത്തൊക്കെയാണെങ്കിലും ഒരു സെൻട്രൽ തീമായിട്ടാണ് വരുന്നുള്ളത്. വിത്ത് ആർട്ടിസ്റ്റ് സീക്ക് ചെയ്യുന്നുള്ളത് ടു ക്യാപ്ചർ ഇറ്റ്സ് ബ്യൂട്ടി, പവർ ആൻഡ് ദ സബ്ലെയിം. റൊമാൻറ്റിക്സ് പ്ലേ ചെയ്യുന്നുള്ളത് എ ഹൈ വാല്യൂ ഓൺ ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. അതുപോലെ തന്നെ സീയിങ് ദ ആർട്ടിസ്റ്റ് ആസ് എ വിഷണറി ആൻഡ് എ ക്രിയേറ്റർ ഓഫ് ന്യൂ വേൾഡ്. റൊമാൻറ്റിസിസം റിജക്റ്റ് ചെയ്യുന്നുള്ളത് ദ ഓർഡർ, ബാലൻസ് ആൻഡ് റാഷണാലിറ്റി ഓഫ് നിയോ ക്ലാസിസം. അതുപോലെ തന്നെ സീക്ക് ചെയ്യുന്നുള്ളത് ഇൻസ്റ്റഡ് ടു എക്സ്പ്രസ് ദ ചയോട്ടിക്, പാഷനേറ്റ് ആൻഡ് അൺപ്രഡിക്റ്റബിൾ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ എക്സ്പീരിയൻസ്. റൊമാൻറ്റിക്സ് പലപ്പോഴും എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് ദ സൂപ്പർ നാച്ചുറൽ, ദ മിസ്റ്ററീസ് ആൻഡ് ദ എക്സോട്ടിക്. ഫൈൻഡ് ചെയ്യുന്നുള്ളത് ഇൻസ്പിറേഷൻ ഇൻ ഫോക്ലോർ, ഹിസ്റ്ററി ആൻഡ് ഡിസ്റ്റൻറ്റ് ലാൻഡ്സ്. Romanticism say a revival of interest in the medieval period and folk traditions, as well as focus on national identity and cultural heritage. Romantics develop a new appreciation for the sublime, which evokes feelings of awe and terror, in contrast to the beautiful, which evokes feelings of pleasure and tranquility.
റൊമാൻറ്റിസിസം എലവേറ്റ് എന്നുള്ളത് സ്റ്റാറ്റസ് ഓഫ് ദ ആർട്ടിസ്റ്റ് വ്യൂയിങ് ദം ആസ് എ ഗിഫ്റ്റഡ് ഇൻഡിവിജ്വൽ വിത്ത് എ യുണീക്ക് ആൻഡ് പവർഫുൾ ക്രിയേറ്റീവ് വിഷൻ. ഈ ഒരു റൊമാൻറ്റിസിസം എന്നുള്ളത് എലവേറ്റ് ചെയ്യുന്നുള്ളത് എന്താണ്? ദ സ്റ്റാറ്റസ് ഓഫ് ദ ആർട്ടിസ്റ്റ് വ്യൂ ചെയ്യുന്നുള്ളത് ദം ആസ് എ ഗിഫ്റ്റഡ് ഇൻഡിവിജ്വൽ വിത്ത് എ യുണീക്ക് ആൻഡ് പവർഫുൾ ക്രിയേറ്റീവ് വിഷൻ. ഈ ആർട്ടിസ്റ്റിനെ അവർ വ്യൂ ചെയ്യുന്നുള്ളത് ഗിഫ്റ്റഡ് ആസ് എ ഗിഫ്റ്റഡ് ഇൻഡിവിജ്വൽ വിത്ത് എ യുണീക്ക് ആൻഡ് പവർഫുൾ ക്രിയേറ്റീവ് വിഷനായിട്ടാണ് ആർട്ടിസ്റ്റിനെ വ്യൂ ചെയ്യുന്നുള്ളത്. റൊമാൻറ്റിസിസം ക്യാൻ ബി സീൻ ആസ് എ റിയാക്ഷൻ അഗെയിൻസ്റ്റ് ദ എൻലൈറ്റ്മെൻറ്റ്സ് എംബസീസ് ഓൺ റീസൺ ആൻഡ് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻസ് ഇമ്പാക്ട് ഓൺ സൊസൈറ്റി ആൻഡ് നാച്ചർ. റൊമാൻറ്റിസിസം എന്നുള്ളത് എന്തിനെതിരാണ്? എൻലൈറ്റ്മെൻറ്റിൻ്റെ എംബസീസ് ആയിട്ടുള്ള റീസണും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഇമ്പാക്റ്റ് ആയിട്ടുള്ള സൊസൈറ്റിയിലും നാച്ചുറലും ഇമ്പാക്റ്റ് വരുത്തിയിട്ടുള്ള ഇൻഡസ്ട്രിയൽ റവല്യൂഷനും അതുപോലെ തന്നെ റീസൺ എംബസൈസ് ചെയ്യുന്നുള്ള എൻലൈറ്റ്മെൻറ്റിനും എഗെയിൻസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് റൊമാൻറ്റിസിസം എന്ന് പറയുന്നുള്ളത്. അപ്പോൾ ഈ ഒരു രണ്ട് ടോപ്പിക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മറ്റേതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ ആ ഒരു ടോപ്പിക്കൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ദെൻ കീപ് സപ്പോർട്ടിങ് ആൻഡ് സ്റ്റേ കണക്റ്റഡ്.